നിങ്ങൾ ഈ പേപ്പർ ബാഗിന് എക്സ്ട്രാ പൈസ കൊടുക്കാറുണ്ടോ? ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തതിനു ശേഷം പേപ്പർ ബാഗിന് വേണ്ടി 5 രൂപയോ 10 രൂപയോ എക്സ്ട്രാ ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കാറുണ്ടോ? അങ്ങനെ ചാർജ് ചെയ്യുന്നത് ലീഗൽ ആണോ അല്ലയോ എന്ന് നോക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പേപ്പർ ബാഗിനകത്ത് ആ ഷോപ്പിന്റെ പേരോ ലോഗോയോ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് കൈൻഡ് ഓഫ് അഡ്വർടൈസ്മെന്റ് ആണ്. അങ്ങനെ അഡ്വർടൈസ്മെന്റ് ഉള്ള പേപ്പർ ബാഗുകളൊക്കെ ഫ്രീ ആയിട്ട് നൽകണമെന്നാണ് റൂൾ പറയുന്നത്. ഇനി പ്ലെയിൻ ആയിട്ടുള്ള പേപ്പർ ബാഗാണ് തരുന്നതെങ്കിൽ അതിന് പൈസ ഈടാക്കാം. പക്ഷേ എന്നാലും റീസണബിൾ ആയിട്ടുള്ള പൈസ മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ. അങ്ങനെ പേപ്പർ ബാഗ് കൊടുക്കണമെങ്കിൽ കസ്റ്റമേഴ്സിനോട് പെർമിഷൻ ചോദിക്കുക, വേണോ വേണ്ടോ എന്ന് ചോദിക്കുക. അതാണ് ഈ ഷോപ്സിലൊക്കെ പേപ്പർ ബാഗ് വേണോ നമ്മളോട് എപ്പോഴും ചോദിക്കുന്നത്. കാരണം അത് റൂളാണ്. മാത്രമല്ല പേപ്പർ ബാഗ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അത് നമ്മുടെ പ്രോഡക്റ്റിന്റെ ബില്ലിന്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കണം. ഇനി പേപ്പർ ബാഗിന്റെ ബില്ല് നമ്മൾ വാങ്ങിയ പ്രൊഡക്റ്റിന്റെ കൂടെ നമ്മൾ അറിയാതെ ആഡ് ചെയ്ത് തരുകയാണെങ്കിൽ, അതൊരു സൗജന്യമാണെന്ന വ്യാജന തരികയാണെങ്കിൽ അതൊരു അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസ് ആണ്. ഇങ്ങനെയുള്ള പ്രാക്ടീസിനൊക്കെ പാന്റലൂണിനും ലൈഫ് സ്റ്റൈലിനൊക്കെ ഓൾറെഡി കോടതി ഫൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ടൈം ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള പേപ്പർ ബാഗിന് നമ്മളോട് ചാർജ് ചോദിക്കുകയാണെങ്കിൽ അത് ഇല്ലീഗൽ ആണ്, തരില്ല എന്നൊന്ന് പറഞ്ഞേക്കാം. ഓക്കെ.